അപ്പോൾ കഴിഞ്ഞ ദിവസമല്ല, അതിൻ്റെ മുന്നത്തെ 2 ദിവസം ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി, പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നല്ല ജലദോഷം, തൊണ്ടവേദനയൊക്കെ, അപ്പോഴും സൗണ്ട് റെഡി ആയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം മൂടോട്ട് റെഡി അല്ലായിരുന്നു. പിന്നെ കുറച്ച് ഫുൾ ട്രാവലിംഗ് ആയിരുന്നു. ഒരു ദിവസം കൊച്ചി പോയി, നെക്സ്റ്റ് ഡേ കോഴിക്കോട് പോയി, പിന്നെ കൊച്ചി പോകുന്നു, കോഴിക്കോട് നിന്ന് അത് കഴിഞ്ഞ് കണ്ണൂർ ഫുൾ ട്രാവലിംഗ് ആയിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇന്ന് അടുത്ത വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ പോവാണ്. അപ്പോൾ കൃഷി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ പൊതുവെ എല്ലാവർക്കും നല്ല താല്പര്യമുള്ള ടോപ്പിക്കാണ്. അതായത് ഡാഡി മീൻ കൃഷി ഫാം ചെയ്യുന്നുണ്ട്. അങ്ങനെ വെച്ചിട്ട് കൃഷി നല്ല താല്പര്യമാണ്. ഇമ്മച്ചി ഇതുപോലെ ആണെങ്കിൽ വീടിൻ്റെ ചുറ്റും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, കുറേ മാങ്ങ, തെങ്ങ്, പിന്നെ പ്ലാവ്, കുരുമുളക്, എല്ലാ സാധനവും കൃഷി ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്കും ചെറുപ്പം മുതലേ ഇത്താക്കാണെങ്കിലും രണ്ടനിമാർക്കാണെങ്കിലും ചെറുപ്പം മുതലേ കൃഷി ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്ന വീഡിയോ ഇട്ടുകൂടാന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടാണ് ഞാൻ കുറച്ച് ദിവസം മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുരു ഇങ്ങനെ മുളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുളച്ചു വന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്കി വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഗ്രോ ബാഗൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നേരെ കൈക്കോട്ടും കൊണ്ട് പറമ്പിൽ പോയി. പറമ്പിൽ പോയിട്ട് പിന്നെ അവിടെയൊക്കെ വൃത്തിയാക്കി കൊത്താൻ തുടങ്ങി. 4 ഗ്രോ ബാഗായിരുന്നു നമ്മുടെ അടുത്തുണ്ടായിരുന്നു. 4 ഗ്രോ ബാഗിൽ ഇതുപോലെ മണ്ണ് നിറക്കാൻ തുടങ്ങി. മണ്ണ് നിറക്കുന്നത് പെട്ടെന്നാവുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. ഞാൻ ഗ്രോ ബാഗ് കാണുമ്പോൾ ചെറുതാണെങ്കിലും നല്ല വലിപ്പമുണ്ട്. കുറേ മണ്ണിട്ടിട്ടും നിറയുന്നുണ്ടായില്ല. അങ്ങനെ മണ്ണൊക്കെ നിറയ്ക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു മണ്ണിരേനെ കിട്ടി. ആ മണ്ണിരേനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, അതിലൊരു ഗ്രോ ബാഗിലിട്ടു. പിന്നെ വീണ്ടും മണ്ണ് നിറയ്ക്കലായി. അങ്ങനെ മണ്ണ് നിറച്ച് അങ്ങനെ 4 എണ്ണത്തിലും മണ്ണ് നിറച്ച് കഴിഞ്ഞു. പിന്നെ ഓരോ ബാഗായിട്ട് ഞാൻ വളം ഇടാൻ വേണ്ടിയിട്ട് മുറ്റത്ത് കൊണ്ടുവച്ചു. പറമ്പിൽ മാറ്റിയിട്ട് മുറ്റത്തോട്ടായിട്ട് അങ്ങനെ 4 ഗ്രോ ബാഗും എന്ത് ചെയ്തു, കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഞാൻ ആദ്യം കൈക്കോട്ട് കൊണ്ടുപോയിട്ട് അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവച്ചു, അല്ലെങ്കിൽ മമ്മിയുടെ നടിയിട്ടു. അപ്പോൾ മമ്മീനെ കണ്ടു. ഇത് പിന്നെ അനിയൻ്റെ എസ്തെറ്റിക്, ഞാൻ പറഞ്ഞല്ലോ ഉമ്മച്ചി കുറേ കൃഷിയൊക്കെ ചെയ്തതിൻ്റെ മാങ്ങയാണ് കണ്ടത്. ഇത് പിന്നെ വളത്തിനെന്നും പറഞ്ഞ് ഞാനൊരു സീക്രട്ട് സാധനം ഉണ്ടാക്കിയതാണ്. അത് എല്ലാത്തിലും ഇതുപോലെ നിറച്ച് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് വളം ഇട്ടതല്ലേ, അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ മണ്ണിടാൻ വേണ്ടിയിട്ട് വീണ്ടും മണ്ണ് പോയി എടുത്തു. അങ്ങനെ വീണ്ടും മണ്ണ് നിറയ്ക്കാൻ, ഞാൻ പറഞ്ഞു മണ്ണ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തു. മണ്ണ് കൊത്താനും പാടില്ല, ബാക്കിയൊന്നിനും പാടില്ല, മണ്ണ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ സമയം എടുത്തത്. അങ്ങനെ എല്ലാത്തിലും മണ്ണ് നിറച്ച് കഴിഞ്ഞപ്പോൾക്ക് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിത്തെല്ലാം എടുത്തിട്ട് വന്നു. അത് പിന്നെ ഓരോന്നെടുത്തിട്ട് ഓരോ ഗ്രോ ബാഗിലായിട്ട് വെച്ച് കൊടുത്തു. കുറേയൊക്കെ ടിഷ്യൂ ഞാൻ മറ്റേ നമ്മുടെ കോട്ടൺ ടിഷ്യൂ ഇല്ലായിരുന്നു, അതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ വേരിറങ്ങിയിട്ട് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ കേടുവന്ന് പോയി. ബാക്കിയുള്ള വേര് വരാത്ത ചെറിയതായിട്ട് മുളച്ചത് മാത്രം കുഴിച്ചിട്ടു. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതായിരുന്നു വിത്ത്. പിന്നെ എല്ലാത്തിലും വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ കുഴിച്ചിട്ടാൽ നമ്മൾ വെള്ളം ഒഴിക്കണമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ നേരെ ടെറസിലോട്ട് കൊണ്ടുപോയിരുന്നു. അപ്പോഴാണ് ഫ്രണ്ടിലപ്പോൾ തുടച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലായി. പിന്നെ ഇതുപോലെ മുകളിലെത്തിയപ്പോൾ കറ്റാർവാഴയിലെല്ലാം ചെടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കളഞ്ഞു. പിന്നെ ബാക്കിയുള്ള ഗ്രോ ബാഗൊക്കെ നമ്മൾ അടുക്കള ഭാഗമായി കൊണ്ടുപോയി, അല്ലെങ്കിൽ മമ്മയുടെ നടിയിട്ടു. അങ്ങനെ അത് കഴിഞ്ഞു, എല്ലാം കൊണ്ടുവച്ചു. അത്രയൊക്കെ ഉള്ളൂ. ഇതുപോലെ 4 എണ്ണം കൊണ്ടുവച്ചു. ഓരോന്നായിട്ട് എടുത്ത് കൊണ്ടുവന്നു വെച്ചു. പിന്നെ എന്താ, 4 എണ്ണം വെച്ചിട്ട് ധനീൻ്റെ ഈസ്തെറ്റിക് തെങ്ങാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ വളത്തിൽ കുറച്ച് ബാക്കി, അത് കറ്റാർവാഴയ്ക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് 4 എണ്ണം കറ്റാർവാഴയിൽ കുറച്ച് വേര് പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനും കുറച്ച് മണ്ണിട്ട് കൊടുത്തു. നമ്മുടെ കറ്റാർവാഴ
ഇതിൽ 4 നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടുള്ളത്. അത് കഴിഞ്ഞൊരു ബത്തക്കൊക്കെ കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.